SFI നേതാവ് ധീരജിന്റെ കൊലപാതകത്തിൽ വൻ വെളിപ്പെടുത്തലുമായി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ്. ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൈവശമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സെബിൻ എബ്രഹാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നു. ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അത് പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലെന്നും സെബിൻ പറഞ്ഞു. എല്ലാം തുറന്നു പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സെബിൻ പറയുകയാണ്. ഈ കത്തി സംബന്ധിച്ച് എവിടെയോ കണ്ടതായി സെബിൻ്റെ ഒരു ബ്ലോഗിൽ രേഖപ്പെടുത്തിയതായി കണ്ടു. എന്താണ് സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടം കോടതിയിലുണ്ടായിരുന്ന ഒരു കേസിൻ്റെ ട്രയൽ കഴിഞ്ഞിട്ട് തിരിച്ച് ഇടുക്കിക്ക് വരുന്ന വഴിക്കാണ്. കട്ടപ്പനയ്ക്കാണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ എൻ്റെ സംഘടനാ സഹപ്രവർത്തകരായ രണ്ടുപേര് വഴിക്ക് വെച്ച് കാണുന്നു. അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് വഴിക്ക് വെച്ച് കണ്ട് എന്നെ കയറ്റിക്കൊണ്ട് വരുന്നു. അപ്പോൾ വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അറക്കുളത്തെ ഒരു കടയിൽ കയറിയ സമയത്ത് ഞങ്ങൾ യാത്രയിലുടനീളം ഈ ധീരജ് കേസിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കത്തി എടുത്ത് തന്നെ കാണിച്ചപ്പോൾ ഇതേതാണ് എന്ന് മനസ്സിലായോ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ, കാരണം അത്രയും നേരം സംസാരിച്ചുകൊണ്ട് വരുന്ന വിഷയം അതാണല്ലോ. അതെ എന്നോട് പറഞ്ഞു. ഒരു സ്ട്രൈക്കിംഗ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ആ കത്തിയുടെ അടയാളങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. പിന്നെ ഈ അടുത്ത കാലത്ത് പൊതുപ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തുന്നൊരു സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ട സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അതുകൊണ്ടാണോ ഇപ്പോൾ സെബിൻ ഇത് തുറന്നു പറയുന്നത്? നേരത്തെ എന്തുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല? അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അത് പറയുന്ന ഉചിതമല്ല എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പറയേണ്ടവരോട്, പാർട്ടിക്കുള്ളിൽ തന്നെ പറയേണ്ടവരോട് നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ? കാരണം മനഃപൂർവ്വം കുറച്ച് കുട്ടികൾ അതിൻ്റെ അകത്ത് പെട്ട് കിടപ്പുണ്ട്. അവരെങ്കിലും തുറന്നു പറഞ്ഞ് രക്ഷിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ കത്തി കാണുന്നത് കൊലപാതകം നടന്ന എത്ര നാളിന് ശേഷമാണ്? ഏകദേശം ഒരു 3 മാസത്തിന് ശേഷം. ഈ കത്തി കൊണ്ടു നടന്നവരാരൊക്കെയാണ്? 2 അഭിഭാഷകരാണ്. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട പേരും കൃത്യമായിട്ടുള്ള വിവരങ്ങളും വെളിപ്പെടുത്തും. സെബിൻ, ഇപ്പോൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ആയുധം പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സെബിൻ നടത്തുന്നത്. അതെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സെബിനും ഇത് ഒരു കുറ്റകൃത്യത്തിനോട് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും ഞാനത് ഇതിൻ്റെ പെരുമരാഴികളെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സീരീസ് പൊളിറ്റിക്കൽ കുമ്പസാരം എൻ്റെ കുറ്റസമ്മതമാണ്. ഒരുപാട് ക്രൈമുകൾ ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഗുരുതര സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളവയുണ്ട്, അറിയാതെ ചെയ്തിട്ടുള്ളവയുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്തവയാണ് കൂടുതലും. എല്ലാം ഏറ്റുപറഞ്ഞ് നിയമവിധേയമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ. ഈ കത്തിയുടെ രൂപം എങ്ങനെയിരിക്കും പറയാൻ കഴിയില്ല. ഇത്ര വലുതൊന്നുമല്ല, കയ്യിലൊതുങ്ങുന്ന ചെറിയൊരു ഇതാണ്. കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട്. ഈ പ്രതികളായിട്ടുള്ളവർ ഈ കത്തിയുമായി കൊണ്ടു നടന്നിരുന്നു എന്നാണോ സെബിൻ പറയുന്നത്? പ്രതികളിൽ ഒരാൾ കൊണ്ടു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും കൊണ്ടു നടന്നിട്ടുണ്ട്. ഈ കൊലക്കേസിന് ഇതിനു മുമ്പ് ഞങ്ങൾ ഈ സ്വയരക്ഷയുടെ ഭാഗമായിട്ട് സംഘർഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് കാണിച്ച് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കത്തി മാത്രമല്ല പല തരത്തിലുള്ള ആയുധങ്ങൾ, നഞ്ചക്ക് ഉൾപ്പെടെയുള്ള പല ആയുധങ്ങളും നമ്മൾ ആരെയിൽ ഒതുങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സെബിൻ നടത്തിയിരിക്കുന്നത്. പോലീസ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഏത് തരത്തിലാണ് കാണുന്നത്? പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ പോലീസ്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട SFIയുടെ മുൻ നേതാവും എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്നു. ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തി വരുന്നത്. ഇദ്ദേഹം സെബിൻ എബ്രഹാം എന്ന് പറയുന്നത് ഉടുമ്പൻചോലയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ വൈസ് പ്രസിഡന്റാണ്, മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. സെബിൻ നേരത്തെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുമായി ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മാറിയിരുന്നു. അതിനുശേഷം ഒരു ബ്ലോഗ് എഴുതി തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി. അതേ തുടർന്നാണ്
ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മളോട് നേരിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. സെബിൻ പറഞ്ഞത് ഈ ധീരജ് കൊലപാതകത്തിൽ ഉപയോഗിച്ച കൊലപാതകത്തിൽ ഉപയോഗിച്ച കത്തി അത് താൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 3 മാസങ്ങൾക്ക്, അതായത് ഈ കൊലപാതകം നടന്ന 3 മാസത്തിന് ശേഷമാണ് ഈ കത്തി സഹപ്രവർത്തകരായിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പക്കലുണ്ടായിരുന്നു എന്നുള്ളത് സെബിൻ പറയുന്നത്. അവർ തന്നെ ഇത് സെബിനോട് പറയുന്നുണ്ട്. ഈ കത്തി കാട്ടിയിട്ട് ഈ കത്തി ഏതാണെന്ന് മനസ്സിലായോ, ഇത് ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയായിരുന്നു എന്ന തരത്തിൽ സെബിനോട് പറഞ്ഞു എന്നുള്ളതാണ് സെബിൻ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. ധീരജിൻ്റെ ഈ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ നടക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമൊക്കെ ഈ കത്തി സംബന്ധിച്ച് അറിവുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ഈ കത്തി തന്നെ കാണിച്ചിരുന്നു. പിന്നീട് ഈ കത്തി ഇനി പോലീസിന് ലഭിക്കാനിടയില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കാര്യം ഈ കത്തി എവിടെ നിന്നോ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. ഇത് ഈ കത്തിയുടെ സംഭവം നേരത്തെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തോട് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സെബിൻ പറഞ്ഞപ്പോൾ പാർട്ടി നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല, അത് വേണ്ട രീതിയിൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെബിൻ പറയുന്നത്. ഈ കത്തി ഇനി പോലീസിന് ലഭിക്കാൻ സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട വരും. അത് അന്വേഷണ സംഘം കണ്ടെത്തുകയാണ് വേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ 3 വർഷം മുമ്പ് ഈ കൊലപാതകം നടന്നപ്പോൾ ഈ പൊന്തക്കാട്ടിലടക്കം, ഈ കോളേജിന് സമീപത്തുണ്ടായിരുന്ന പൊന്തക്കാട്ടിലടക്കം വലിയ തോതിൽ ഈ കത്തിക്കായി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഈ കത്തി കിട്ടാത്തത് ഈ കേസിൻ്റെ വലിയൊരു തിരിച്ചടിയായി തന്നെ പോലീസിനെതിരെയും വിലയിരുത്തിയിരുന്നു. അപ്പോഴാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ സെബിൻ എബ്രഹാം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണിത്. ഈ ധീരജ് വധക്കേസിൽ ഉപയോഗിച്ച കത്തി അത് താൻ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ കാണിച്ചിരുന്നു. ആ കത്തി ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം 3 മാസത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തവരെയാണോ ഇദ്ദേഹം ഇതിൽ പറയുന്നത്? അങ്ങനെ പ്രതി ചേർത്തവരിൽ നിന്നാണോ ഇയാൾ ഈ കത്തി കണ്ടിരിക്കുന്നത്? 2 അഭിഭാഷകർ എന്നാണ് ഇപ്പോൾ ആൽവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർ ഈ ധീരജ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണോ? ലക്ഷ്മി, അതാണ് ഏറ്റവും പ്രധാനം. അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളവരല്ല ഇവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് 2 അഭിഭാഷകരാണ്. അത് യൂത്ത് കോൺഗ്രസിന് തന്നെ പ്രവർത്തകരായ 2 അഭിഭാഷകരാണ്. ഇവരുടെ പക്കലാണ് ഈ കത്തി കണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ഒരിക്കലും ഈ ഘട്ടത്തിൽ കേസിൻ്റെ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവരും ഈ കേസിൽ ഉൾപ്പെടേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സെബിൻ ചോദിക്കുന്നത്. ഇതറിയാമെങ്കിൽ ഈ സെബിൻ എന്തുകൊണ്ട് ഇത് നേരത്തെ വെളിപ്പെടുത്തിയില്ല, അപ്പോൾ സെബിനും കുറ്റകൃത്യം നടത്തിയില്ലേ എന്നുള്ള നമ്മുടെ ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് താൻ എല്ലാം ഏറ്റുപറയാൻ തയ്യാറാണ്, താൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ വിഷയങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണ്, അർഹമായ ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറാണ്, താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സംഭവങ്ങൾ തുറന്നു പറയാൻ താൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ സെബിൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രതികളായിട്ടുള്ളത് 8 പേരാണ് ഈ കേസിൽ. അതിൽ 3 പേർ പ്രതി ചേർക്കപ്പെട്ടത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതിൽ 3 പേരും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരല്ല. പക്ഷേ ആ 3 പേര് ഈ കേസിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതും സെബിൻ പറയുന്നുണ്ട്. ഇതിൽ 8ാം പ്രതിയായ ആളെ സെബിൻ നേരത്തെ DCC ജനറൽ സെക്രട്ടറി ആയ ആളോട് രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അങ്ങനെയാണ് ഈ 8ാം പ്രതിയായിട്ടുള്ള ആൾ അലൻ എന്നയാൾ ഈ കേസിൽ ഉൾപ്പെടുന്നത്. അലൻ ഈ കേസിൽ അറിയാതെ ഉൾപ്പെടുകയായിരുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് 2 പേരുടെ കാര്യത്തിലും അതുതന്നെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന 2ാം പ്രതി ജെറിനും ഇത്തരത്തിലാണ്. നേരത്തെ ആദ്യം ഈ അടിയുണ്ടായപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ആളായിരുന്നു ജെറിൻ. ആ ജെറിനെയും ഈ പോലീസ് പിന്നീട് ഈ കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിൽ യഥാർത്ഥ പ്രതികളെ കിട്ടാതെ വന്നപ്പോൾ ഈ കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതും സെബിൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ കേസിൽ 3 പ്രതികളായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ളവർ ഈ കേസിൽ ആയിട്ടുള്ള ആളുകളല്ല എന്ന തരത്തിലാണ് സെബിന്റെ വാദം. സെബിൻ അത്തരത്തിലാണ് പറയുന്നത്. അത് പോലീസാണ് ഇനിയും വ്യക്തത വരുത്തേണ്ടത്. പോലീസിന്റെ അന്വേഷണം നടക്കുകയായിരുന്നു ഈ ഘട്ടങ്ങളിൽ. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വെളിപ്പെടുത്തലിനെ ഏത് നിലയ്ക്ക് കാണുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. SFI നേതാവ് ധീരജിന്റെ കൊലപാതകത്തിൽ ആണ് വൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൈവശമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സെബിൻ എബ്രഹാം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്ലോഗിൽ അദ്ദേഹം ഇക്കാര്യം പരാമർശിക്കുകയുണ്ടായി. ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അത് പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നുമാണ് സെബിൻ പറയുന്നത്. എല്ലാം തുറന്നു പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സെബിൻ പറയുന്നു. പ്രധാനപ്പെട്ട കാര്യം, ധീരജ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ നിന്നല്ല ഈ കത്തി താൻ കണ്ടത് എന്നുള്ളതാണ് സെബിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.